നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം NDA സർക്കാരിൻ്റെ പ്രഥമ ബജറ്റിനെതിരെ കടുത്ത പ്രതിപക്ഷ പ്രതിഷേധം. ബജറ്റ് വിവേചനപരമാണെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. ബജറ്റിനോടുള്ള അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി പാർലമെന്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി പറഞ്ഞു. ഇത് മുഴുവൻ ഇന്ത്യ രാജ്യത്തിൻ്റെയും ബജറ്റാണെന്നും എന്നാൽ BJPയുടെ ബജറ്റ് എന്ന പോലെയാണ് അവർ അവതരിപ്പിച്ചതെന്നും തിവാരി കൂട്ടിച്ചേർത്തു. ബജറ്റ് എന്ന ആശയത്തെ ഇക്കൊല്ലത്തെ കേന്ദ്ര ബജറ്റ് തകർത്തുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ അവഗണന നേരിട്ടുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വിളിച്ചു ചേർത്ത നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ബജറ്റെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇത്തരമൊരു ഭരണകൂടത്തിൻ്റെ വിവേചനപരമായ വശങ്ങൾ മറക്കുന്നതിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന് വേണുഗോപാൽ Xൽ കുറിച്ചു. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കസേര സംരക്ഷണ ബജറ്റാണിതെന്നും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയാണെന്നും സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്വാസമില്ലാത്ത ബജറ്റാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആരോപിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണിത്. കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തത് ഇന്നാട്ടിലെ ജനങ്ങളോട് ആകെയുള്ള വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ബജറ്റിൽ കേരളത്തോട് അവഗണന ഇല്ലെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല. കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ 150 ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ കന്നി ബജറ്റെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി ഈ വിവേചന നിലപാടിനെതിരെ പ്രക്ഷോഭം നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഒരു സഹായവും പ്രഖ്യാപിക്കാതെ നിരാശാജനകമാണെന്നും കേരളത്തോടുള്ള അവഗണനയ്ക്ക് എതിരെ എല്ലാവരുടെയും യോജിച്ചുള്ള സമരം അനിവാര്യമാണെന്നും സുധാകരൻ വ്യക്തമാക്കി. ബജറ്റിൽ കേരളത്തോട് കാണിച്ചത് ഇതുവരെ ഒരു ബജറ്റിലും കാണിക്കാത്തത്ര അവഗണനയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇത്ര കേരള വിരുദ്ധമായ ഒരു ബജറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ പ്രതീക്ഷയോടെ ബജറ്റിന് കാത്തിരുന്ന രാജ്യത്തിന് അങ്ങേയറ്റം നിരാശയാണ് ഉണ്ടാക്കിയത്. മോദി സർക്കാരിൻ്റെ ജീവന് വേണ്ടിയുള്ള രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് ബജറ്റിൽ കണ്ടതെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെൻ്റാക്കി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്ന് VD സതീശൻ പറഞ്ഞു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണുള്ളത്. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സതീശൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ ഇന്ത്യയെ മറന്ന ബജറ്റെന്ന് വിശേഷിപ്പിച്ച് PK കുഞ്ഞാലിക്കുട്ടി. കേന്ദ്ര സർക്കാരിന് തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിശ്ചയമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ തൽക്കാലം താങ്ങി നിർത്താനുള്ള ബജറ്റാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്ന് MP കിട്ടിയപ്പോൾ കേരളത്തിന് ഒന്നുമില്ലെന്നും ഭീഷണിപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് വിഹിതം നൽകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. ബജറ്റിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ബഡ്ജറ്റ് കേരള വിരുദ്ധമാണെന്ന് വിമർശനം നടത്തുന്നത് ശരിയല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ബജറ്റിലും എയിംസ് പോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാറില്ല. അതൊക്കെ പിന്നീടാണ് പ്രഖ്യാപിക്കാറുള്ളത്. കേരളത്തിൽ എയിംസ് വരുമെന്ന് ഉറപ്പാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി.
കേന്ദ്ര ബജറ്റിന് പിന്നാലെ കെ സുരേന്ദ്രനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ വാക്പോര്. കേരളത്തിന് വേണ്ടി വകയിരുത്തുകയല്ല വകവരുത്തുകയാണെന്ന് കേന്ദ്രം ചെയ്തതെന്നും സാമ്പത്തികമായി കേരളത്തെ കൊലപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര ബജറ്റിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയ സുരേന്ദ്രൻ കേരളം വേറൊരു രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു. സുരേന്ദ്രന്റെ പരാമർശത്തിന് മാലിന്യം നിറഞ്ഞ മനസ്സാണ് സുരേന്ദ്രൻ്റെതെന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം. സുരേന്ദ്രൻ്റെത് നിലവാരം കുറഞ്ഞ മറുപടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ 8ാം ദിവസം നിർണായക സൂചനകൾ ലഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ഗംഗാവാലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച ഇതേ ഇടത്തുനിന്ന് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചു. നാവികസേന നടത്തിയ തെരച്ചിലിൽ ആണ് സോണാർ സിഗ്നൽ കിട്ടിയത്. 2 സിഗ്നലുകളും ഒരു വലിയ വസ്തുവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെയാകും ഇന്ന് തെരച്ചിലിൻ്റെ കേന്ദ്രബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കി. കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ ഗംഗാവാലി നദിയിലേക്ക് പതിച്ച ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചെന്നുള്ള വാർത്തകൾ തള്ളി കാർവാർ SP നാരായണ. സ്ഫോടനമുണ്ടായിട്ടില്ലെന്നും വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നദിയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പൊള്ളലേറ്റ പാടുകളില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ പ്രാതിനിധ്യം നൽകിയ ബജറ്റിൽ കേരളത്തിന് തികഞ്ഞ അവഗണന. മോദി സർക്കാരിനെ ജനങ്ങൾ 3ാമതും തെരഞ്ഞെടുത്തതിൽ നന്ദി അറിയിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ധനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരണം നടത്തിയതിൻ്റെ റെക്കോർഡ് ഇനി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ തുടർച്ചയായ 7ാം ബജറ്റ് അവതരണമാണ് ഇന്ന് നടന്നത്. രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യം നയം വികസിപ്പിക്കുമെന്നും ഇതിനായി 5 വർഷത്തേക്ക് 2 ലക്ഷം കോടി രൂപ നീക്കിവയ്ക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.